രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി. യുകെയും യുഎസും സംയുക്തമായാണ് ആക്രമണം നടത്തിയത്. ഒരു ഡസനിലധികം ഹൂതി കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തതായി യുകെയും യുഎസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ്. ഹൂതികളുടെ ഭൂഗർഭ അറയിലെ ആയുധശേഖരങ്ങളും റഡാറുകളും ഹെലികോപ്റ്ററുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തതായാണ് യുഎസും യുകെയും അവകാശപ്പെടുന്നത്. കഴിഞ്ഞ നവംബർ മാസം മുതൽ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇത് പ്രതിരോധിക്കുവാനായി അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും യമനിലെ വിമത സായുധ സംഘടനയുടെ കേന്ദ്രത്തിൽ ജനുവരി മാസം മുതൽ പ്രത്യാക്രമണവും നടത്തിയിരുന്നു. എങ്കിലും ചെങ്കടലിലെ ഹൂതി ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇത് 4ാം തവണയാണ് ഹൂതികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തുന്നത്. കൂടാതെ അമേരിക്ക ഒറ്റയ്ക്കും സൈനിക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ലോക വ്യാപാരത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന ഹൂതികളുടെ ചരക്കു കപ്പൽ ആക്രമണങ്ങൾക്ക് തടയിടുവാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം ഹൂതികൾക്ക് ജനപിന്തുണയും വർദ്ധിച്ചിട്ടുണ്ട്. നവംബർ മാസത്തിനു ശേഷം 57 തവണയാണ് ഹൂതികൾ ചരക്ക് കപ്പലുകളെ ആക്രമിച്ചത്. ഒരു കാരണവശാലും ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഹൂതികൾ അറിയിച്ചിട്ടുള്ളത്. മതപരമായും ധാർമ്മികമായും മാനുഷികമായും പലസ്തീനികളോടുള്ള കടമയാണ് തങ്ങൾ നിറവേറ്റുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത്. ഇസ്രയേൽ ഗാസ യുദ്ധം കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനയാണ് ഹൂതികളുടെ ആക്രമണവും പ്രത്യാക്രമണവും. ഹമാസിന്റെ തകർച്ചയോടെ ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്നത് പോലെ പ്രദേശത്ത് സമാധാനം ഉണ്ടാകില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചെങ്കടലിൽ നിന്ന് കൂടുതൽ പ്രദേശത്തേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നും വെള്ളത്തിനടിയിൽ കൂടി പ്രയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് കപ്പലുകൾ തകർക്കുമെന്നും ഹൂതികൾ ഭീഷണി മുഴക്കുന്നുണ്ട്. ഇസ്രായേൽ സയണിസ്റ്റുകളെയും അവരുമായി സഖ്യത്തിലുള്ള അമേരിക്കയെയും യുകെയും മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്നും അവരല്ലാതെ മറ്റാരും തങ്ങളുടെ ശത്രുക്കളല്ലെന്നുമാണ് ഹൂതികൾ പറയുന്നത്. എന്നാൽ ചെങ്കടലിലൂടെ എത്തുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കപ്പെടുന്നതായാണ് റിപ്പോർട്ട്. അതിനിടെ ഹൂതി ആക്രമണം അടിച്ചമർത്താനുള്ള തങ്ങളുടെ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ഓപ്പറേഷൻ വിജയകരമാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എങ്കിലും ഹൂതികൾക്ക് ശക്തമായ ആയുധശേഷിയുണ്ടെന്ന് അമേരിക്ക പറയുന്നു. ഇറാനാണ് ഹൂതികൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. അമേരിക്കൻ കപ്പലുകൾക്കു നേരെ ആളില്ലാ ബോട്ടുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഒഴുക്കിവിട്ടുള്ള ഹൂതികളുടെ ആക്രമണം അമേരിക്കൻ നാവികസേനയ്ക്ക് തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഇസ്രയേലിന് അതിശക്തമായ പ്രതിരോധം തീർക്കുന്ന ഹൂതികൾ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. 2 ലക്ഷത്തിലധികം പുതിയ പോരാളികളെയാണ് ഹൂതി വിമതർ പുതുതായി റിക്രൂട്ട് ചെയ്യുന്നത്. ഹൂതി വക്താവ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. യമനിലെ വിമത ഗ്രൂപ്പായ ഹൂതികൾക്ക് രാജ്യത്ത് ശക്തമായ പൊതുസമ്മതിയുണ്ട്. രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും സാമ്പത്തിക സൈനിക സഹായവും ഹൂതികൾക്ക് ലഭിക്കുന്നുണ്ട്. ഗാസയിലെ ആക്രമണം തുടങ്ങിയ ശേഷം 10,000-കണക്കിന് യമനികളാണ് ഹൂതി വിമത സംഘടനയിൽ ചേർന്നത്. 2014 യമൻ ആഭ്യന്തര യുദ്ധം തുടങ്ങിയത്. ഇതിന് ഉടനെയൊന്നും ശമനമുണ്ടാകില്ലെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കാരണം ഹൂതികളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് ശക്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ്.